യെസ്, നമ്മൾ നേരെ തിരികെ പോകുന്നത് കോഴിക്കോട് സൗത്ത് പയ്യാനക്കലിലേക്ക് തന്നെയാണ്. അവിടെ പ്രശ്നങ്ങൾ ഒത്തുതീർത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സമീർ തുടരുന്നുണ്ട്. സമീർ, എന്താണ് നിലവിലത്തെ അവസ്ഥ? സംഘർഷാവസ്ഥയ്ക്ക് കാര്യമായ ഒരു കുറവ് വന്നിട്ടില്ല. ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടവരും തമ്മിലുള്ള ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഈ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പോലീസിന് ലാത്തി വീശേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വോട്ട് ചെയ്യാനെത്തുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ഈ പ്രതിഷേധക്കാരുമുണ്ട്. ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പരമാവധി ഇവിടെ നിന്നുള്ള മുഴുവൻ ആളുകളെയും മാറ്റാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പക്ഷേ ആളുകളൊന്നും തന്നെ കാര്യമായി പിരിഞ്ഞു പോകുന്നില്ല. അതാണ് ഈ ഒരു വിഷയം, ഈ ഒരു രംഗം വീണ്ടും വഷളാക്കുന്നത്. ഇവിടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനിടയിലാണ് UDF-ന്റെ സ്ഥാനാർത്ഥി വന്നതോടുകൂടെ ഈ രംഗം വഷളായി എന്നാണ് ഇപ്പോൾ LDF ആരോപിക്കുന്നത്. ഇവിടെ വോട്ട് ചോദിച്ചു, ആ വോട്ട് ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ആണ് പിന്നീട് വാഗ്വാദം ഉണ്ടായതും സംഘർഷം ഉണ്ടായതും എന്നാണ് അവർ ആരോപിക്കുന്നത്. അതേസമയം തന്നെ UDF പറയുന്നത് സാധാരണ LDF-ന് കിട്ടാവുന്ന വോട്ടുകളൊക്കെ നേരത്തെ തന്നെ പോൾ ചെയ്യപ്പെടും. അതിനുശേഷം പിന്നീട് UDF-ന് ലഭ്യമാവുന്ന വോട്ടുകളാണ് ഉണ്ടാവുക. അങ്ങനെ UDF-ന് വോട്ട് ലഭിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കുന്നതിന് വേണ്ടിക്കൊണ്ട്, അതിന് തടയിടുന്നതിന് വേണ്ടിക്കൊണ്ട് LDF ചില നാടകങ്ങൾ ഒപ്പിക്കും. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു സംഘർഷം എന്നാണ് അവർ ആരോപിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇതിന്റെ മുൻഭാഗത്തുള്ള പ്രതിഷേധക്കാരൊക്കെ തന്നെ പോലീസ് ഇവിടുന്ന് അടിച്ച് ഓടിച്ചിട്ടുണ്ട്, ഈ ഭാഗത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇനിയും മറ്റ് സൈഡിലേക്ക്, അതിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ ഇതിന്റെ ഈ പ്രതിഷേധക്കാരൊക്കെ മാറി നിൽക്കുകയാണ്. അവർ വീണ്ടും എത്താനുള്ള ഒരു സാധ്യതയിൽ നിൽക്കുന്നു. ഏതായാലും ഇപ്പോൾ ഇതിനകത്ത് ഉള്ള, അതായത് പോളിംഗ് സ്റ്റേഷനകത്ത് കയറിയവർക്കൊക്കെ സുഖമായിട്ട് വോട്ട് രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട്. പോളിംഗ് സ്റ്റേഷനകത്തെ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഇപ്പോൾ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഗേറ്റിന്റെ വെളിയിലാണ് എല്ലാവരും ഉള്ളത്. ഈ കോമ്പൗണ്ടിന്റെ വെളിയിലേക്ക് എല്ലാവരെയും മാറ്റിയിട്ടുണ്ട്. അതിന്റെ ആ ഭാഗത്തും തമ്പടിച്ച് നിന്നോടുകൂടിയാണ് പോലീസ് ലാത്തി വീശുകയും ഇവരെ ഇവിടുന്ന് ഒഴിവാക്കാനുള്ള ശ്രമമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. LDF-ന്റെ പ്രവർത്തകർ ഇടതു ഭാഗത്തും UDF-ന്റെ പ്രവർത്തകർ വലതു ഭാഗത്തുമായിക്കൊണ്ട് ഇപ്പോൾ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. അവരെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടുന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അതൊന്നും പൂർണ്ണമായും ഇപ്പോൾ അതിന്റെ ഫലത്തിൽ എത്തിയിട്ടില്ല. ഇപ്പോഴും വാഗ്വാദവുമായിക്കൊണ്ട് ഓരോ ഇരുവിഭാഗം മുന്നോട്ട് പോവുകയാണ്. പോലീസ് ലാത്തി വീശിയിട്ടുണ്ട്. ആളുകളൊക്കെ തന്നെ ഇവിടുന്ന് പരമാവധി ഒഴിച്ച് മാറ്റി വിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. ഏതായാലും പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമായിട്ടുള്ള ഇപ്പോഴും വാഗ്വാദം തുടരുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കേന്ദ്രസേനാ ഉദ്യോഗസ്ഥരുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആളുകൾ ഇവിടുന്ന് മാറ്റാനുള്ള ശ്രമത്തിലാണ്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആക്ഷേപം. LDF-ന്റെ സ്ഥാനാർത്ഥി അഹമ്മദ് ദേവൽ ഇവിടെ എത്തിയിരുന്നു, വോട്ടർമാരെ കണ്ടിരുന്നു. അദ്ദേഹം പുറത്തിറങ്ങി. പിന്നീടാണ് UDF-ന്റെ സ്ഥാനാർത്ഥി എത്തിയത്, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു വന്നതിന് പിറകെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് LDF പറയുന്നത് ഫൈസൽ ബാബുവും കൂടെ ഉണ്ടായിരുന്ന UDF പ്രവർത്തകരും മതം പറഞ്ഞ്, ജാതി പറഞ്ഞ് വോട്ട് ചോദിക്കാൻ തുടങ്ങി. അതോടുകൂടെയാണ് തങ്ങൾ പ്രതിഷേധിക്കാൻ തുടങ്ങിയത് എന്നാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് UDF പറയുന്നത് അത്തരമൊരു ആക്ഷേപത്തിന് അർത്ഥമില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും ഇപ്പോൾ LDF-ന് ലഭ്യമാകേണ്ട വോട്ടുകളൊക്കെ ഇതിനോടകം പെട്ടിയിലായി എന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. ഇനി ലഭ്യമാകേണ്ട, അല്ലെങ്കിൽ ഇനി വന്നുകൊണ്ടിരിക്കുന്ന വോട്ടുകളൊക്കെ UDF-ന്റേതാണ്. ആ UDF-ന് വീഴുന്ന വോട്ടുകളൊക്കെ അതിന് തടയണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ അവർ ഉണ്ടാക്കിയ ഒരു നാടകമാണ് ഈ ഒരു സംഘർഷം, ഈ ഒരു അരക്ഷിതാവസ്ഥ എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഏതായാലും LDF പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. കോമ്പൗണ്ടിന്റെ മുന്നിൽ, അതായത് സ്കൂൾ ഈ ബൂത്തിന്റെ മുന്നിൽ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ സംഘർഷത്തിന് താൽക്കാലികമായി ഒരു അറുതി നമുക്കിപ്പോൾ സ്റ്റേഷന് മുന്നിൽ കാണാനാവുന്നത്. പോളിംഗ് ബൂത്തുകളിലേക്ക് കയറുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതേസമയം ഈ റോഡിന്റെ ഇരുവശവും ഇപ്പോൾ രണ്ട് ഭാഗത്തേക്കായിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഇടതുപക്ഷക്കാരെയും അതുപോലെ UDF-കാരെയും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ഭാഗത്തും ഈ ആളുകളെ മാറ്റിയതുകൊണ്ട് ഇപ്പോൾ നിലവിൽ സംഘർഷത്തിനൊരു അയവ് വന്നിട്ടുണ്ട്. ഏതായാലും ലാത്തി വീശിയാണ് ഈ ആളുകളൊക്കെ ഇവിടുന്ന് പോലീസ് മാറ്റിയത്. തൽക്കാലം ആയിട്ട് ഈ ഒരു സംഘർഷം അയഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇനിയും തമ്പടിച്ചെത്തുകയാണെങ്കിൽ ലാത്തി വീശേണ്ട സാഹചര്യം ഉണ്ടാകും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഈ വിഷയം ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ പേര് ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റേണ്ടി വരും. ഏതായാലും സ്ത്രീകളും അതുപോലെ തന്നെ പ്രവർത്തകർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ പല വിധത്തിലുള്ള പ്രതികരണമൊക്കെ അവർ നടത്തുന്നുമുണ്ട്. എന്തായാലും നമുക്ക് അവരുടെ കൂടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം.
ചേച്ചിയെ കെട്ടിക്കണം. ഫൈസൽ ബാബു നിങ്ങളോടാണോ ചോദിച്ചത്? ഇന്നോടല്ല ജാതി പറഞ്ഞു മതം പറഞ്ഞു വോട്ട് ചോദിച്ചു. അത് ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. എന്താണ് ചോദിച്ചത്? അത് ഞാൻ കേട്ടിട്ടില്ല. അവിടെ എന്താണ് സംസാരിച്ചോ ഫൈസൽ ബാബു സംസാരിച്ചോ? സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടില്ല. വോട്ട് ചോദിക്കുകയാണോ ചെയ്തത്? വിനിഷ, ഇങ്ങനെ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി എത്തി വോട്ട് അഭ്യർത്ഥിച്ചു എന്നുള്ള ഒരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. പോളിംഗ് ബൂത്തിൽ ചെന്ന് വോട്ട് അഭ്യർത്ഥിച്ചു എന്നുള്ള ഒരു ആക്ഷേപമാണ്. അതോടൊപ്പമാണ് ജാതി പറഞ്ഞു മതം പറഞ്ഞു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ കൂടി വരുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത സംഘർഷമാണ്. നമുക്കിപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഈ സംഭവം അറിഞ്ഞ് ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പോളിംഗ് സ്റ്റേഷനിൽ 7 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു തിരക്ക് കൂടിയുണ്ട്. ജോലിക്ക് പോയ ആളുകളൊക്കെ തിരിച്ചെത്തിക്കൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു തിരക്കുമുണ്ട്. മാത്രമല്ല ഈ ഭാഗത്ത് സാധാരണ എല്ലാ വർഷവും എല്ലാ തിരഞ്ഞെടുപ്പുകളുടെ സമയങ്ങളിലുമൊക്കെ 6 മണിക്ക് ശേഷം പോളിംഗ് നടക്കുന്ന ഒരു ബൂത്ത് എന്ന നിലയിൽ കൂടി ഈ ഏരിയ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ സാധാരണ ഉണ്ടാവാറുമുണ്ട്. ജോലിക്ക് പോയി ആളുകളൊക്കെ മടങ്ങി വന്ന ശേഷം നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. 7 മണി വരെ പോളിംഗ് ഉണ്ടാവാറുള്ള ഒരു ബൂത്ത് കൂടിയാണ്, ഒരു പോളിംഗ് സ്റ്റേഷൻ കൂടിയാണ് ഇവിടം. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിൽ ആളുകളൊക്കെ എല്ലാ വർഷവും ചെയ്യുന്ന ആ ഒരു എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കാണുന്ന ആ ഒരു തിരക്ക് കൂടിയുണ്ട്. അതോടൊപ്പമാണ് ഇപ്പോൾ ഇത്തരം ഒരു അനിഷ്ട സംഭവം കൂടി ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കുറച്ചു നേരം വോട്ടെടുപ്പ് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇപ്പോൾ വോട്ടെടുപ്പ് സുഖമായിട്ട് നടക്കുന്നുണ്ട്. ഈ പോളിംഗ് ബൂത്തിനകത്തേക്ക് ആളുകളെയൊക്കെ തന്നെ സുഖമായിട്ട് കടത്തിവിടാൻ പോലീസിൻ്റെ സഹായത്തോടുകൂടെ അവർക്കൊക്കെ വോട്ട് രേഖപ്പെടുത്താനുള്ള സഹായം അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം നിലവിൽ ഉണ്ട്. ഏതായാലും പ്രതിഷേധക്കാർ ഇപ്പോഴും റോഡിൻ്റെ ഇരുവശങ്ങളിലും ഉണ്ട്. പോലീസ് ഇതിൻ്റെ മുൻഭാഗത്തായിക്കൊണ്ട് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആളുകൾ ഒത്തുകൂടാതെ, അതായത് ഈ ഭാഗത്തേക്ക് ഈ സ്റ്റേഷൻ്റെ മുൻഭാഗത്തേക്ക് വരാതിരിക്കാനുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. സ്റ്റേഷൻ്റെ വലതുഭാഗത്തായിക്കൊണ്ട് UDF പ്രവർത്തകരും ഇടത് ഭാഗത്തായിക്കൊണ്ട് LDF പ്രവർത്തകരും തമ്പടിച്ച് നിൽക്കുകയാണ്. തൽക്കാലം ഈ ഒരു വിഷയത്തിന് ഒരു പരിഹാരമായി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനാവുന്നത്. പോലീസ് ലാത്തി വീശിയതോടുകൂടെ ഏതാനും പ്രവർത്തകരൊക്കെ ഇവിടുന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും എപ്പോൾ വേണമെങ്കിലും തിരിച്ചെത്താനും ഒരു സംഘർഷം ഉണ്ടാവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പോളിംഗ് സ്റ്റേഷൻ്റെ മുന്നിൽ പോലീസ് ഇപ്പോൾ അവരുടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള അനിഷ്ട സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ഇനിയും ലാത്തി വീശേണ്ടി വരും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. വിനീഷ, ചെറിയൊരു സംഘർഷാവസ്ഥയാണ് പയ്യാനക്കൽ, കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ പയ്യാനക്കലിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ നിന്നും സമീർ സി മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നത്.